ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ദൈവസ്നേഹത്തെ പറ്റിയാണ്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്ന് പാവത്തിലേക്ക് ആണ്ടുപോയപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ച് നമ്മളോടുള്ള സ്നേഹം പറഞ്ഞു. ആ സ്നേഹത്തിന്റെ നിലനിൽപ്പാണ് ഇന്ന് ഈ ലോകത്തിന്റെ നിലനിൽപ്പ്. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു സർക്കസ് നടക്കുന്നിടം ഒരു മനുഷ്യൻ ഒരു പുഴയിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കയർ കെട്ടിയിട്ട് അതിലൂടെ സഞ്ചരിക്കുകയാണ്. തന്റെ പുറത്ത് ഇരുന്നു കൊണ്ട് ആ പുഴ കടക്കാൻ ധൈര്യമുള്ള ആരുണ്ടെന്ന് ആ ജനക്കൂട്ടത്തോട് അദ്ദേഹം ചോദിക്കുന്നു. എന്നാൽ ആ ജനക്കൂട്ടം മുഴുവൻ നിശബ്ദരായി നിന്നുകൊണ്ട് ആരും തയ്യാറാകുന്നില്ല. എന്നാൽ ഒരു ചെറു കുഞ്ഞ് ഓടി വന്ന് പറയുന്നു, ഞാൻ വരാം, ഞാൻ ആ പുറത്ത് നിന്നോളാമെന്ന്. ആ മനുഷ്യന്റെ പുറത്ത് കയറി ആ പുഴയും കടന്ന് തിരിച്ചെത്തിയ ആ കുഞ്ഞു മോനോട് എല്ലാവരും ചോദിച്ചു, നീ എന്ത് ധൈര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പുറത്ത് കയറിയത്? എല്ലാവരും അവനെ വഴക്ക് പറഞ്ഞു. അവൻ പറഞ്ഞു, അതെന്റെ അപ്പനാണ്, എനിക്ക് എന്റെ അപ്പനോടുള്ള വിശ്വാസം. ആ കരങ്ങളിൽ ഞാൻ എന്നും സുരക്ഷിതനായിരിക്കും. ഇതേ വിശ്വാസമല്ലേ, ഇതേ സ്നേഹമല്ലേ നമുക്ക് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് വേണ്ടത്? നമ്മുടെ ദൈവം നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ സ്നേഹിക്കുവാനും ആ നന്മ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് ദൈവസ്നേഹമോ മനുഷ്യ സ്നേഹമോ ഒന്നുമില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന വൃദ്ധസദനങ്ങൾ. നമ്മുടെ മാതാപിതാക്കളെ നാം കുറച്ച് നല്ല ജോലിയിലോ വിവാഹമൊക്കെ കഴിയുമ്പോൾ തള്ളിക്കളയുകയാണ്. നമ്മളെ പൊന്നുപോലെ നോക്കി നമ്മുടെ മാതാപിതാക്കളെ നോക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മാതാപിതാക്കളോടും ചുറ്റുമുള്ളവരോടും ദൈവത്തോടും സ്നേഹമുള്ളവരായി നമുക്ക് മുന്നേറാം. Thank you.